തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് തകരാറിലായിട്ട് 6 മാസമായി. ആയിരക്കണക്കിന് രോഗികളുള്ളത് KHRDസിന്റെ ഒരു ലാബ് മാത്രമാണ്. പുതിയ ഉപകരണം വാങ്ങിയെന്ന് അധികൃതരുടെ വിശദീകരണമുണ്ട്. തകരാറിലായ ഉപകരണം നീക്കി നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കത്ത് നൽകിയിട്ട് 2 മാസമായിട്ടും നടപടി വൈകുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് പഴയ ഉപകരണം നീക്കേണ്ടത്. ഇതോടെ രോഗികളാണ് ദുരിതത്തിലായത്. ഇതൊന്നും അറിയുന്നവർ അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. കേൾക്കാം. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു കാത്ത് ലാബ് 6 മാസമായി അടച്ചിടുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. അതിനെക്കുറിച്ച് മന്ത്രിയാണ് KHRDസിൻ്റെ ചെയർമാൻ ഒരു സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ച വന്നിട്ടുണ്ട്, പിന്നെ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ച വന്നിട്ടുണ്ട്. ഈ കത്ത് കൊടുത്തിട്ട് 2 മാസമായെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് അതിനൊരു അന്വേഷണമോ മറ്റു കാര്യങ്ങളോ നടന്നില്ല? ഒരു കാത്തിൽ ഇപ്പം ഒരു ദിവസം ഒരു 10 എണ്ണം ചെയ്യുമെങ്കിൽ അത് 2 മെഷീനിലായിട്ടാണ് 10 എണ്ണം ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 എണ്ണം ചെയ്യാൻ നടക്കുകയുള്ളൂ. 5 എണ്ണം പെൻഡിങ് ആവും. അപ്പോൾ ഇതിങ്ങനെ 2 മെഷീൻ ഉണ്ടെങ്കിൽ 100 കണക്കിന് പേഷ്യൻ്റെ 24 അവേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നിസ്സാരമായ കാര്യമാണ്. ആരോഗ്യവകുപ്പിന് മന്ത്രിക്കൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് സാധ്യമാവുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും സാധ്യമാവാത്തത് എന്തുകൊണ്ടാണ് അതിൽ? എല്ലാ കാര്യങ്ങളും മന്ത്രി അറിയുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രം ഈ കാത്ത് ലാബ് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് പറയാനാകും. 6 മാസമായി ഒരു കാത്ത് ലാബ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലൊരു ആശുപത്രിയിൽ കേടായി കിടക്കുന്നു, തകരാറിലായി കിടക്കുന്നു. അത് പരിഹരിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ആരോഗ്യ മേഖലയിലൊക്കെ 1-ാം നമ്പറാണ്. പക്ഷേ ഇങ്ങനെ ചില വീഴ്ചകൾ കൂടി വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ലാബ് പ്രവർത്തിക്കുന്നത് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റി അഥവാ KHRWSൻ്റെ കീഴിലാണ്. ഈ ലാബ് അത് അവരുടെ ഉത്തരവാദിത്വത്തിലാണ്. 6 മാസമായി ഈ ലാബ് പ്രവർത്തിക്കുന്നില്ല. കാത്ത് ലാബിലെ ഉപകരണങ്ങൾ നശിച്ചു, കാലപ്പഴക്കം കൊണ്ട് നശിച്ചതാണ്. അപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള നടപടികൾ എടുത്തു എന്നാണ് ഈ മാനേജ്മെൻറ്റ് പറയുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പ്രതിസന്ധി നമ്മൾ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി. 2 മാസമായി ഉപകരണം കൊണ്ടുവയ്ക്കാൻ കമ്പനി ഉൾപ്പെടെ തയ്യാറാണ്. ഉപകരണം വാങ്ങാനുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള ഉപകരണം, തകരാറിലായ ഉപകരണം അവിടെ നിന്ന് മാറ്റിക്കിട്ടണം എന്നാണ് ഇവർ പറയുന്നത്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡുണ്ട്. ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ മാറ്റുന്നെങ്കിൽ അവരുടെ കൂടി അനുമതി വേണം. പക്ഷേ ആ നടപടികളൊക്കെ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ വേഗത്തിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സംസ്ഥാന ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചതാണ്. 2 മാസം മുൻപാണ് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. നീക്കിക്കൊടുക്കണം, പുതിയത് വെക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും വന്നില്ല. അതുകൊണ്ട് കാത്ത് ലാബ് രോഗികൾക്ക് ഉപകാരപ്പെടുന്നില്ല എന്നതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. നിലവിൽ 2 കാത്ത് ലാബുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ അറിയാം പല രോഗികളും പ്രതികരിക്കാൻ തയ്യാറല്ല. പക്ഷേ ഒരു സാധാരണഗതിയിൽ 10 പേർക്ക് ഒരു ദിവസം ചെയ്യാനാകുമെങ്കിൽ അത് 5ആയി ചുരുങ്ങും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്. രോഗികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചികിത്സ ചെയ്യാനാകുന്നില്ല എന്ന പ്രതിസന്ധി കാത്ത് ലാബിൻ്റെ പ്രവർത്തനം തകരാറിലായതോടെ ഉണ്ടാകുന്നു എന്നതാണ്. ഇതിന് അടിയന്തരമായ പരിഹാരം വേണം. ഉദ്യോഗസ്ഥരുടെ വീഴ്ച അടിയന്തരമായ അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടിയും വേണമെന്നതാണ് ആവശ്യം. അരുൺകുമാർ. ഓക്കെ, നിർഭാഗ്യകരമാണ്. ഇത്തരം കാര്യങ്ങളിലാണ് ശ്രദ്ധ പതിയേണ്ടത്. ഒരുപാട് രോഗികളുണ്ട്. നോക്കൂ, പുതിയ ഉപകരണം വാങ്ങിയെന്ന് അധികൃതർ വിശദീകരിക്കുമ്പോഴും തകരാറിലായൊരു ഉപകരണം നീക്കി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതൊക്കെ എളുപ്പം നൽകുന്ന കാര്യമാണ്. കത്ത് നൽകിയിട്ട് 2 മാസമായിട്ടും നടപടി വൈകുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. അതുപോലും ആരോഗ്യവകുപ്പിൽ നടക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്.